കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ. രക്ഷിതാക്കൾ കണ്ടിരുന്നാൽ മതി. കുട്ടികൾക്ക് വേണ്ടി ഓക്കെ അല്ലേ? ഞാൻ 2 വരി പാട്ട് പാടാം. ആ വരി നിങ്ങൾക്ക് ഏറ്റു പാടാനും പറ്റും. കേട്ടല്ലോ? പാടട്ടെ? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, നിങ്ങളൊക്കെ കലാകാരന്മാരും കലാകാരികളൊക്കെ അല്ലേ? ഓർക്കപ്പാടു. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന. ഇവിടെ നിന്ന് ആദ്യം ഷൊർണൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. അവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അവരുടെ പേരെന്താ? നീരവകൃഷ്ണയാണ്. ഷൊർണൂരിൽ ഒരു സ്കൂട്ടറും അങ്ങനെ വന്ന് 7:45 അവിടേക്കും ഇവിടെ തമ്പടിച്ചു. ആരും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ രജിസ്ട്രേഷൻ നീരവകൃഷ്ണയാണ്. അപ്പൊ നീരവകൃഷ്ണ എന്റെ വരി ഏറ്റുപാടും. നോക്കടാ നമ്മുടെ മാകെ കിടക്കുന്ന. കേട്ടില്ലോ? ഒന്നുകൂടി ഓർക്കാം. നോക്കടാ നമ്മുടെ മാകെ കിടക്കുന്ന. എടാ മക്കടാ നീ എങ്ങും മാറിക്കിടക്കടാ. അയ്യോ, കുഞ്ഞന്നമ്മേരെ വരികളാണ്, 2 വരികളല്ല. എടാ മക്കളാ നീ എങ്ങും മാറിക്കിടക്കടാ. മക്കളാ നീ എങ്ങും മാറിക്കിടക്കടാ. സംസ്കൃത ശ്ലോകത്തിന്റെ കുട്ടികളല്ലേ? സാധാരണ ഭാഷയാണ് കുഞ്ഞന്നമ്മേരുടെ. മക്കളാ നീ എങ്ങും മാറിക്കിടക്കടാ. മാറിക്കിടക്കടാ. അടുത്ത വരിയുണ്ട്. ഓർക്ക നിങ്ങളെല്ലാവരും പാടിട്ടോ. ദുർഘടസ്ഥാനത്ത് വന്നു ശയിപ്പാൻ. ദുർഘടസ്ഥാനത്ത് വന്നു ശയിപ്പാൻ. കണ്ട നല്ല അക്ഷരശുദ്ധി ഉണ്ടല്ലേ? ഒന്നുകൂടി ഇവർക്ക് വേണ്ടി ഉറക്കപ്പാട്. ദുർഘടസ്ഥാനത്ത് വന്നു ശയിപ്പാൻ. നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. അതിന് പോയില്ലേ? നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. അച്ഛനോട് ചോദിച്ചു നോക്കി പറഞ്ഞു. നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. അച്ഛനെന്നിട്ട് പണി തരുന്നല്ലേ? ദുർഘട സ്ഥാനത്ത് വന്നു ശയിപ്പാൻ. അച്ഛനോട് പറയാ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത. എന്താ പാടാത്തത്? പാടുകൂടി മുമ്പടിയൊന്നും. നാട്ടിൽ പ്രഭുക്കളെ, പ്രഭുക്കന്മാരുണ്ട് അവിടെ. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത. നല്ല സംഗീതം ഉണ്ട് അല്ലേ? നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത. കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങിവൻ. മൂളിക്കുരങ്ങിവൻ പഠിച്ചില്ലേ? ഓട്ടംതുള്ളൽ പഠിച്ചില്ലേ? അങ്ങനെയാണ് ഓട്ടംതുള്ളലൊക്കെ ഓരോ വരികൾ ഇങ്ങനെ പാടിപ്പോവാ. ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക, സംവദിക്കുക. തുള്ളൽക്കഥ അങ്ങനെയാണ് ചെയ്യുക. അതല്ലോ അറിയാലോ എല്ലാവർക്കും. അപ്പോൾ തുള്ളലൊക്കെ ഇവിടെ കാണാം. തുള്ളല്, കഥകളി, കൂടിയാട്ടം, നമ്മുടെ പൈതൃക കലകളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കാണാം അല്ലേ? കർണാടക കുച്ചിപ്പുടിയൊക്കെ വേറെ സംസ്ഥാനത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ തുള്ളൽ കഥകളി എന്നൊക്കെ പറഞ്ഞാൽ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു കലാരൂപമാണ്. അപ്പൊ ഇത്തരം കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ ഇടയ്ക്കൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ആ പാട്ടുകളൊക്കെ ഒന്ന് ആസ്വദിക്കുക, കേൾക്കുക. റീൽസ് മാത്രം കാണാതെ ഇതിലേക്കൊന്നും തിരിഞ്ഞു വരിക. ഈ കുട്ടികളൊന്നും റീൽസ് കാണുന്നവർ അവർക്കില്ല. അവർക്കൊന്നും അല്ലെങ്കിൽ വരാൻ പറ്റില്ല അല്ലേ? ശരി, വളരെ സന്തോഷം. നമ്മുടെ പരിപാടികൾ ഉടനെ ആരംഭിക്കുകയാണ്.